I think I'm falling for you. യെസ് ഗൈസ്, ഇപ്പോൾ ഇൻസ്റ്റഗ്രാം റീൽസിൽ വളരെയധികം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു എഫക്റ്റാണ് ഇപ്പോൾ നിങ്ങൾ കണ്ട 3D സൂം എഫക്റ്റ്. അപ്പോൾ ഈ ഒരു എഫക്റ്റ് വെച്ചിട്ട് നമുക്കും നമ്മുടെ ഫോട്ടോ ഒക്കെ ആഡ് ചെയ്യുന്നതുകൊണ്ട് നമുക്കും എങ്ങനെ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. സോ ഗൈസ്, വളരെ സിമ്പിളാണ്. കൂടുതൽ സമയമൊന്നും കളയാതെ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. സോ ഗൈസ്, ഇതിനായിട്ട് നമുക്ക് ക്യാപ്കട്ട് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ്റെ സഹായം ആവശ്യമുണ്ട്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ ഇന്ത്യയിൽ ബാൻ ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ഇന്ത്യയിൽ പ്ലേ സ്റ്റോറിൽ ഈ ഒരു ആപ്ലിക്കേഷൻ അവൈലബിൾ അല്ല, മറ്റ് രാജ്യങ്ങളിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇന്ത്യയിലുള്ളവർക്ക് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ടുള്ള ഡൗൺലോഡ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ APK ഫയൽ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ള ഞാൻ ഈ ഒരു വീഡിയോയുടെ അവസാനം ക്ലിയറായി കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കാണാവുന്നതാണ്. സോ നിങ്ങൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കവിടെ ന്യൂ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞ ഒരു പ്ലസ് ബട്ടൺ കാണാം. അവിടെ ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഗാലറിയിലെ എല്ലാ ഫോട്ടോസും വീഡിയോസും നിങ്ങൾക്കവിടെ കാണാവുന്നതാണ്. അപ്പോൾ ഇവിടുന്ന് നിങ്ങൾ കുറച്ച് ഫോട്ടോസ് നിങ്ങൾ സെലക്ട് ചെയ്യണം. അതായത് നിങ്ങളുടെ ഫേസ് വെച്ചിട്ടുള്ള ഫോട്ടോസോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൊഡക്റ്റ് ഒബ്ജക്റ്റ് വെച്ചിട്ടുള്ള ഫോട്ടോസ് നിങ്ങൾ സെലക്ട് ചെയ്യുക. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഒരു ഒബ്ജക്റ്റും അതേപോലെ ബാക്ക്ഗ്രൗണ്ടും ഉള്ള കുറച്ച് ഫോട്ടോസ് നിങ്ങൾ സെലക്ട് ചെയ്യണം. ഇപ്പോൾ ഞാൻ എൻ്റെ തന്നെ 3-4 ഫോട്ടോസ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആൽബം വൈസ്, അതായത് ഇൻസ്റ്റഗ്രാം വഴി വാട്സപ്പ് വഴിയൊക്കെ വന്നിട്ടുള്ള ഫോട്ടോസ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മേലെ ആൽബം ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫോട്ടോസൊക്കെ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അടിയിലായിട്ട് ആഡ് ബട്ടൺ കാണാം. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രൊജക്റ്റിലോട്ട് നിങ്ങളുടെ ഫോട്ടോസൊക്കെ ആഡ് ചെയ്യുക. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ ഇൻ്റർഫേസ് ആണ് ലഭിക്കുക. ഇവിടെ നിങ്ങൾക്ക് മേലെ നിങ്ങളുടെ വീഡിയോയുടെ പ്രിവ്യൂവും അതേപോലെ തന്നെ അടിയിൽ ടൈം ലൈനിൽ നിങ്ങളുടെ എല്ലാ ഫോട്ടോസും നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങളുടെ ടൈം ലൈനിൽ ലെഫ്റ്റിലോട്ട് സ്വൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലാസ്റ്റിലൊരു പ്ലസ് ബട്ടൺ കാണാം. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇനി എല്ലാ ഫോട്ടോസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടുന്ന് നിങ്ങൾ ഏതെങ്കിലും ഒരു ഇമേജ് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ 2 ഏരോ മാർക്ക് കാണാൻ വേണ്ടി സാധിക്കും എൻഡിലായിട്ട്. അപ്പോൾ അതുപയോഗിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഓരോ ഫോട്ടോയുടെ ഡ്യൂറേഷൻ നിങ്ങൾക്ക് കൂട്ടാനും കുറക്കാനും വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 5 സെക്കൻഡ് ആക്കാം, വേണമെങ്കിൽ 2 സെക്കൻഡ് ആക്കാം, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെ ഈ ഒരു ഫോട്ടോയിൽ 3D സൂം എഫക്റ്റ് എങ്ങനെ ആഡ് ചെയ്യാം നോക്കാം. ഇതിനായിട്ട് നിങ്ങൾ ആദ്യം ഒരു ഫോട്ടോ നിങ്ങൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിയിലായിട്ട് കുറച്ച് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ലെഫ്റ്റിലോട്ട് സ്വൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റൈൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും. നിങ്ങൾ സ്റ്റൈലിൽ ക്ലിക്ക് ചെയ്യുക. സ്റ്റൈലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 എഫക്റ്റാണ് നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റുക. 3D കാർട്ടൂൺ അതേപോലെ 3D സൂം എന്ന് പറഞ്ഞ 2 എഫക്റ്റ്. അതിൽ നിങ്ങൾ 3D സൂം എന്ന് പറഞ്ഞ എഫക്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോട്ടോയിലോട്ട് 3D സൂം എഫക്റ്റ് ആഡ് ആവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ ചെയ്ത മെത്തേഡ് നിങ്ങൾ ഓരോ ഫോട്ടോയിലും ചെയ്യണം. അതായത് നിങ്ങൾ ആദ്യം ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ അടിയിൽ നിന്നുള്ള ഓപ്ഷനിൽ നിന്ന് സ്റ്റൈൽ എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യുക. സ്റ്റൈൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം 3D സൂം എഫക്റ്റ് ക്ലിക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ ആ ഒരു ഫോട്ടോയിൽ 3D സൂം എഫക്റ്റ് ആഡ് ആവുന്നതാണ്. അപ്പോൾ ഇതേപോലെ നിങ്ങൾ എല്ലാ ഫോട്ടോയിലും നിങ്ങൾ ചെയ്യുക. എല്ലാ ഫോട്ടോയിലും ഇതേ സെയിം മെത്തേഡ് നിങ്ങൾ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പ്രിവ്യൂ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മേലായിട്ട് ഫുൾ സ്ക്രീൻ ഐക്കൺ കാണാം. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഫുൾ സ്ക്രീനിലായിട്ട് ഇതിൻ്റെ പ്രിവ്യൂ കാണാൻ വേണ്ടി പറ്റും. ശേഷം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്സോ അല്ലെങ്കിൽ സോങ്സോ നിങ്ങൾക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിയിലായിട്ട് ഓഡിയോയുടെ ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഫോണിൽ നിന്നുള്ള ഏതെങ്കിലും ഓഡിയോ ഫയൽസോ അല്ലെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷനിൽ ഓൾറെഡി ഉള്ള കുറച്ച് ഓഡിയോ ഫയൽസോ അല്ലെങ്കിൽ നിങ്ങളുടെ ഗാലറിയിൽ നിന്ന് ഏതെങ്കിലും ഒരു വീഡിയോയുടെ ഓഡിയോ മാത്രമായിട്ട് നിങ്ങൾക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷനിലൂടെ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ ഗാലറിയിൽ നിന്നുള്ള ഒരു വീഡിയോയുടെ ഓഡിയോ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കും അതുപോലെ വേണമെങ്കിൽ ചെയ്യാം.
അപ്പോൾ അടിയിൽ ടൈം ലൈനിൽ നിങ്ങൾക്ക് ഓഡിയോ ആഡ് ചെയ്തിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓഡിയോയുടെ ഡ്യൂറേഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് സൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. ശേഷം നിങ്ങളുടെ വീഡിയോയിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഫോട്ടോ സൂം ഔട്ടായി നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ആ ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇതേപോലെ സൂം ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് അടിയിലായിട്ട് ഫോർമാറ്റ് എന്നൊന്ന് ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയുടെ സൈസ് അല്ലെങ്കിൽ റേഷ്യോ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ 9:16 റേഷ്യോ നിങ്ങൾ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടിക്ടോക്ക് അല്ലെങ്കിൽ വാട്സപ്പ് സ്റ്റാറ്റസ് ആയിട്ടും അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം റീൽസിലോട്ടൊക്കെ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള റേഷ്യോ നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഗാലറിയിലോട്ട് സേവ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് മേലെ ടോപ്പ് റൈറ്റ് കോർണറിലായിട്ട് നിങ്ങൾക്കൊരു എക്സ്പോർട്ട് ഐക്കൺ കാണാം. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് റെസൊല്യൂഷനും ഫ്രെയിം റേറ്റും നിങ്ങൾക്ക് വേണ്ടത്ര അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ അടിയിലായിട്ട് എക്സ്പോർട്ട് എന്ന് കാണാം. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഗാലറിയിലോട്ട് ഇത് സേവ് ചെയ്യാവുന്നതാണ്. സോ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട്. I think I'm falling for you. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് 3D സൂം എഫക്റ്റ് നിങ്ങളുടെ ഫോട്ടോ വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി ഇന്ത്യയിലുള്ളവർക്ക് എങ്ങനെയാണ് ഈ ഒരു CapCut എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ എൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ CapCutൻ്റെ ഡൗൺലോഡ് ലിങ്ക് ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലൊരു വെബ്സൈറ്റിലോട്ടാവും റീഡയറക്റ്റ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് CapCut ആപ്ലിക്കേഷനും അതേപോലെ തന്നെ അടിയിലായിട്ട് ഡൗൺലോഡ് ബട്ടൺ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നിങ്ങൾ ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ APK ഫയൽ നിങ്ങളുടെ മൊബൈലിലോട്ട് ഡൗൺലോഡ് ആവുന്നതാണ്. എന്നിട്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. വളരെ സിമ്പിളാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടും നിങ്ങൾക്ക് ഈ ഒരു 3D സൂം എഫക്റ്റ് അതിൽ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു VPN യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതിനായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ടെർബോ VPN യൂസ് ചെയ്യാനാണ്. അപ്പോൾ ഈ ഒരു ടെർബോ VPN ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ ഇൻ്റർഫേസ് ആണ് ലഭിക്കുക. ഇവിടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് റാൻഡമായിട്ട് ഏതെങ്കിലും ഒരു കൺട്രി സെർവറിലോട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ സെർവറിലോട്ട് കണക്ട് ചെയ്യാണ് കുറച്ചുകൂടി ബെറ്റർ. അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾ ആദ്യം ടോപ്പ് റൈറ്റ് കോർണറിലായിട്ട് ഫ്ലാഗിൻ്റെ ഐക്കൺ കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ രാജ്യത്തിൻ്റെയും ഏതൊക്കെ സെർവറിൽ കണക്ട് ചെയ്യാൻ പറ്റും ആ രാജ്യങ്ങളിലെ ലിസ്റ്റ് കാണാൻ സാധിക്കും. ഇവിടെ നിന്ന് നിങ്ങൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സെലക്ട് ചെയ്തതിന് ശേഷം കണക്ട് ചെയ്യുക. ഇതേപോലെ വളരെ സിമ്പിളായിട്ട് കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ്റെ എല്ലാ എഫക്റ്റും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഇതേപോലെ നിങ്ങൾക്ക് 3D സൂം എഫക്റ്റ് നിങ്ങൾക്കും നിങ്ങളുടെ ഫോട്ടോ വെച്ച് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ ഷെയർ ചെയ്യുക. അപ്പോൾ പെട്ടെന്ന് ചെയ്തൊരു വീഡിയോ ആയതുകൊണ്ട് തന്നെ ഒരുപാട് മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങളൊന്ന് ക്ഷമിക്കുക. അപ്പോൾ നിങ്ങളിതുവരെയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അതേപോലെ തന്നെ എന്നെ ഇൻസ്റ്റഗ്രാമിൽ ഇതുവരെയായിട്ടും ഫോളോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യുക. സോ ഗൈസ്, അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ.